The Real FM 103.6. ശ്രദ്ധ. മലയാളിയുടെ സിവിൽ സർവീസ് എന്ന പേരിൽ അഭിമാനപൂർവ്വം നടപ്പാക്കിയതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഏതാണ്ട് IAS പരീക്ഷയ്ക്ക് സമാനമായ രീതിയിൽ ത്രിതല പരീക്ഷയാണ് നടത്തിയിരുന്നത്. 2019 ഇതിന്റെ ആദ്യ വിജ്ഞാപനം വന്നത്. പരീക്ഷ എഴുതിയവരിൽ നിന്നും 105 ഉദ്യോഗാർത്ഥികൾ വിവിധ സർവീസുകളിൽ ജോലി ചെയ്തു വരുന്നു. ഇക്കഴിഞ്ഞ മാർച്ചിൽ വീണ്ടും പുതിയ വിജ്ഞാപനം വന്ന സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് ഉദ്യോഗാർത്ഥികൾക്കുള്ളത്. കേരളത്തിന്റെ ഏറ്റവും ഗ്ലാമറുള്ള പരീക്ഷ എന്ന രീതിയിൽ തുടങ്ങിയ KASന് വിചാരിച്ച അത്ര തന്നെ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടോ? ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു കേരള NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചാവറ ജയകുമാർ. നമ്മുടെ സംസ്ഥാനത്ത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന ഒരു സംവിധാനം പതിറ്റാണ്ടുകളായി മാറി മാറി വന്ന സർക്കാരുകളുടെ ആലോചനയിലും ഭരണപരിഷ്കാര കമ്മീഷനുകളും ശുപാർശകളിലും ഒക്കെ ഉള്ളതായിരുന്നു. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ശരിയായ രീതിയിൽ നടപ്പിലാവുന്നുണ്ടോ എന്ന് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് നടത്തേണ്ടത്. അത് സർവീസിന്റെ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ആഴത്തിൽ പരിശോധിക്കണം. ഇപ്പോഴും ഈ ഫയലൊക്കെ ആയിട്ടും പലരുടെയും ജീവിതം ഇങ്ങനെ ഷട്ടിൽ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഫയലുകളുടെ നീക്കവും ഡിലേ വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. ഒരു ഡിസിഷൻ മേക്കിംഗ് ആയി ഈ സംവിധാനമൊക്കെ ഫയൽ തീർപ്പാക്കുന്ന കാര്യത്തിൽ എത്രത്തോളം സഹായിക്കുന്നുണ്ട് എന്നുള്ളത് പരിശോധന വിധേയമാക്കേണ്ടതാണ്. ഏതായാലും ഒരു സർവീസിൽ താഴെത്തട്ടിൽ ജോലിക്ക് വന്ന ആളുകൾ പ്രമോഷനായി എത്തുന്ന പരമാവധി എത്താൻ കഴിയുന്ന തസ്തികയിലേക്കാണ് ഇങ്ങനെ നേരിട്ട് നിയമനം കിട്ടുന്നത്. അപ്പൊ ആ തസ്തികകളിൽ നേരിട്ട് വരുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് കുറച്ചുകൂടി അവർക്കൊരു ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോൾ കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിലും വളരെ എനർജറ്റിക്കായി ജോലി ചെയ്യുന്നതിനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകും. അതേസമയം മറ്റു 2 സ്ട്രീമുകൾ കൂടി അവിടെ ഉണ്ട്. അത് ഗസറ്റഡ് തസ്തികയിൽ നിന്നും ഉള്ളതും അല്ലാതെ സർക്കാർ സർവീസിലുള്ള 45 വയസ്സ് വെച്ച് അങ്ങനെയും ഉണ്ട്. അപ്പൊ അവരുടെയും പരിചയ സമ്പന്നതയും മറ്റു കാര്യങ്ങളും ഗസറ്റഡ് തസ്തികയിൽ ഇരുന്ന ആളുകളുടെ അനുഭവ സമ്പത്തും ഒക്കെ പ്രയോജനപ്പെടുത്താവുന്ന 2-3 സ്ട്രീമായിട്ടാണുള്ളത്. അപ്പൊ ഇത് നമ്മുടെ സർക്കാർ സിവിൽ സർവീസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി പുതിയ നോട്ടിഫിക്കേഷൻ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം വരുന്നതിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, അതെങ്ങനെയാണ് അവരുടെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും അവരുടെ സാലറി ഒക്കെ സംബന്ധിച്ച് പല തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ അവർ അധികാരം വിനിയോഗിക്കുന്നുണ്ടോ, അതിന് തടസ്സമുണ്ടോ, സാധാരണക്കാരുടെ ജീവിതം അവരുടെ ഫയൽ എങ്ങനെയാണ് പോകുന്നത്, അതിനെ സപ്പോർട്ടീവായി മുകളിലോട്ട് ഡിസിഷൻ എടുക്കുന്നതിന് പര്യാപ്തമാകുന്ന രീതിയിൽ അവരുടെ സേവനം വരുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധന വിധേയമാക്കേണ്ടത്. സർക്കാർ സർവീസ് എന്ന് പറയുന്നത് വളരെ സുതാര്യമായി സാധാരണക്കാരന് പ്രാപ്യമായ രീതിയിൽ ഭരണം താഴെ എത്താൻ കഴിയണം. അവിടെയാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു വിജയം. ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന തരത്തിലേക്ക് ഈ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം സാധ്യമാകണം. ആ ഒരു കാഴ്ചപ്പാടാണ് ഇതിലുണ്ടാകേണ്ടത്. 2019 റാങ്ക് ലിസ്റ്റിൽ നിന്നും 105 ഉദ്യോഗസ്ഥരാണ് വിവിധ വകുപ്പുകളിലെ ഉയർന്ന പദവികളിൽ ഇന്ന് ജോലി ചെയ്തു വരുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അസോസിയേഷൻ സെക്രട്ടറി പാർവതി ചന്ദ്രൻ. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 1ാം ഭരണപരിഷ്കാര കമ്മീഷനാണ് നമ്മുടെ തനതായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വേണം എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത്. അതിന്റെ ഭാഗമായിട്ട് ആണ് 2019 നോട്ടിഫിക്കേഷൻ വന്ന് ഞങ്ങളെ പോലെ കുറച്ചധികം പേര്, എനിക്ക് തോന്നുന്നു അന്നൊരു 5.5 ലക്ഷത്തോളം ആൾക്കാരായ പരീക്ഷ എഴുതിയിട്ടുണ്ട്. വികേന്ദ്രീകരണത്തിലൂടെയും പുരോഗമന ആശയങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെയും ആസൂത്രണ വികസനത്തിലൂടെയും ഭരണ സംവിധാനത്തെ എങ്ങനെ കൂടുതൽ കാര്യക്ഷമമാക്കാം എന്നുള്ള ഭരണകർത്താക്കളുടെ ഒരു ദീർഘവീക്ഷണവും ആഗ്രഹവും ഒക്കെയാണ് കേരളത്തിന്റെ തനതായ ഭരണ സർവീസ് വേണമെന്നുള്ള ചിന്തയിലേക്കൊക്കെ കടന്നത്. മുൻപ് കേട്ടതുപോലെ പുതിയൊരു സർവീസ് കൊണ്ടുവരുന്നതിൻ്റെതായ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും 2018 സ്പെഷ്യൽ റൂളൊക്കെ ഫോം ചെയ്ത് അതിനുശേഷം ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ വരുത്തി 5.5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി. അതിൽ നിന്ന് 105 പേര് അടങ്ങുന്ന ഒരു ടീമാണ് ആദ്യത്തെ KAS ആയിട്ട് 2021 ഡിസംബറിൽ സർവീസിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ജോയിനിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ 1.5 വർഷം നീളുന്ന ഒരു വലിയൊരു ട്രെയിനിങ്, അതാണ് നമ്മുടെ സർവീസിന്റെ ആദ്യത്തെ ഒരു ആകർഷക ഘടകം. UPSCയുടെ IASന്റെ പരീക്ഷയുടെ അതേ മാതൃകയിൽ തന്നെയുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന അതേ സിലബസ് തന്നെ വരുന്ന, എന്നാൽ കേരളത്തിന്റെ ഘടകങ്ങൾ കൂടുതൽ ഉൾപ്പെടുന്ന, ഒരു പടി കേരളത്തെ കുറിച്ച് കൂടുതൽ അറിയുന്ന
ഒരു കൂട്ടം ആൾക്കാരെ ആവശ്യമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നതും. അതനുസരിച്ച് പരീക്ഷകൾ നടന്നു. സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി റിസൾട്ട് വന്നു. 2021 ഡിസംബറിൽ ട്രെയിനിങ് ആരംഭിച്ചു. തീർച്ചയായിട്ടും ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ ആകർഷണീയമായ ഒരു ഘടകമാണ്. 1.5 വർഷം നിൽക്കുന്ന ദീർഘ ട്രെയിനിങ്. ആ ട്രെയിനിങ് കഴിഞ്ഞ് ഫസ്റ്റ് ബാച്ച് പോസ്റ്റിംഗ് ആയത് 2023 ജൂലൈയിലാണ്. 104 KS ഓഫീസേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ഒരാള് IAS കിട്ടിപ്പോയി നമ്മുടെ സർവീസിൽ വന്ന ശേഷം. 104 KS ഓഫീസേഴ്സ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പല ഓഫീസുകളിൽ വളരെ വ്യത്യസ്തമായ തസ്തികകളിൽ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുകയാണ്. 29 ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇപ്പോൾ പോസ്റ്റിംഗ്സ് എടുത്തിട്ടുണ്ട്. എന്നാൽ അത് കൂടാതെ ധാരാളം ഡെപ്യൂട്ടേഷൻ പോസ്റ്റുകളിലേക്കൊക്കെ KS ഉദ്യോഗസ്ഥരെ പരിഗണിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള സർവീസിൽ എടുത്തു പറയത്തക്കേണ്ട പോസ്റ്റുകൾ എന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഡെപ്യൂട്ടി കളക്ടർ തസ്തികകളുണ്ട്, സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറി തസ്തികകൾ, GST വകുപ്പിലെ ഡെപ്യൂട്ടി കമ്മീഷണർ, അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടർ, മുനിസിപ്പൽ സെക്രട്ടറി തുടങ്ങിയ തസ്തികകൾ. പിന്നെ അതുപോലെ സോഷ്യൽ സെക്ടറിലെ വളരെ പ്രധാന തസ്തികകളൊക്കെ ഇപ്പൊ KS ഉദ്യോഗസ്ഥര് പ്രവർത്തിക്കുന്നുണ്ട്. തസ്തികകൾ ഏതു തന്നെ ആയാലും ശരി, ജില്ലാതലത്തിലാണെങ്കിൽ ജില്ലാതല ഓഫീസർമാരോട് ചേർന്നും ജില്ലാ കളക്ടർമാരോട് ചേർന്നും ഒക്കെ നിന്ന് തനതായ പ്രോജക്റ്റുകളിലൊക്കെ ഭാഗവാക്കാകാൻ ഇപ്പോൾ KS ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നുണ്ട്. ഇനി നടക്കാനിരിക്കുന്ന പരീക്ഷയ്ക്ക് അപേക്ഷ അയച്ച ഉദ്യോഗാർത്ഥികൾ അതിനുള്ള തയ്യാറെടുപ്പ് കാര്യക്ഷമമായി നടത്തേണ്ടതുണ്ട്. കരിയർ എക്സ്പേർട്ട് MV സക്കറിയ. കേരളത്തിന്റെ ഒരു സ്വന്തം IAS, സ്വാഭാവികമായിട്ടും അതിന്റെ പേര് KAS എന്നായി മാറും. അങ്ങനെ 2019 മുതലാണ് അത് യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയത്. അതിന്റെ തുടർച്ചയായാണ് വീണ്ടും ഇപ്പോൾ അതിനുള്ള പരീക്ഷ നടക്കാനിരിക്കുന്നത്. 3 വിഭാഗത്തിൽ നിന്നായിട്ടാണ് തെരഞ്ഞെടുപ്പ്. ഒന്ന്, പ്രത്യേകിച്ച് ജോലിയിലൊന്നും ഇതുവരെ എത്തിയിട്ടില്ലാത്ത പുതിയ യുവജനങ്ങൾ. മറ്റൊന്ന്, നിലവിൽ സാധാരണ തസ്തികകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ. മൂന്നാമത്, കുറെ കൂടെ ഉന്നതമായ തസ്തികകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ. ഇവർക്കെല്ലാവർക്കും ഒരേ പരീക്ഷയാണ് എഴുതുന്നത്. പക്ഷെ അവരവരുടെ കോട്ടയിൽ നിന്നാണ് അവരവരെ എടുക്കുക. ഇനി ഇത് വിജയിക്കുന്നതിന്റെ സ്ട്രാറ്റജി, ചെറിയ ജോലികൾക്ക് താരതമ്യേന കടുപ്പം കുറഞ്ഞ പരീക്ഷ പ്രതീക്ഷിക്കാം. കടുപ്പം എന്നുള്ളത് ആപേക്ഷികമാണ്. അതേസമയം ബുദ്ധിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് ആവശ്യം, ഉന്നത തസ്തികകളിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് അത്തരക്കാരെ കണ്ടെത്താൻ അവരുടെ കാര്യപ്രാപ്തി, ബുദ്ധികൂർമ്മത ഒക്കെ കേവലമായ അറിവിനപ്പുറം അളക്കുന്നതിന് പര്യാപ്തമായ തരത്തിലുള്ള ചോദ്യങ്ങൾ, ആ തരം ചോദ്യങ്ങൾ തയ്യാറാക്കുകയും അവരുടെ കാര്യങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള പ്രാപ്തി കൂടിയൊക്കെ വിലയിരുത്തുകയും ചെയ്യുന്ന പരീക്ഷയാണ് നടക്കുന്നത്. ഇത്തരത്തിൽ KAS-നും IAS-നും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും കിട്ടും. അഥവാ അവിടെ കിട്ടിയില്ലെങ്കിൽ പോലും സാധാരണ തസ്തികകളിലേക്ക് എത്തിപ്പെടാനുള്ള അവസരം കൂടുകയും ചെയ്യും. പിന്നെ കണ്ടമാനം പേര് അപേക്ഷിക്കുന്നില്ലേ, എനിക്കെങ്ങനെ കിട്ടും, അങ്ങനെയൊക്കെയുള്ള ഒരു സാധാരണ തൊഴിലില്ലാത്തവന്റെ വ്യഥകളൊക്കെ പലർക്കും ഉണ്ടാകും. പക്ഷെ കാര്യം മറ്റൊരു രീതിയിലാണ് ചിന്തിക്കേണ്ടത്. എത്ര സീറ്റ് ഉണ്ടായാലും എനിക്ക് ഒരെണ്ണമേ വേണ്ടതുള്ളൂ. എനിക്ക് ആ ഒരെണ്ണം ധാരാളമാണ്. അപ്പൊ ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കും എന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരു സീറ്റ് കൈയടക്കുക എന്നുള്ളത് പ്രശ്നമല്ല. പ്രിലിമിനറി ഉണ്ടാകും, ഫൈനൽ പരീക്ഷ ഉണ്ടാകും, ചരിത്രം IAS-നും മറ്റ് പരീക്ഷകൾക്കും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടെ കേരള ചരിത്രത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടാവുക. സാംസ്കാരിക പാരമ്പര്യം കേരളത്തിൻ്റെതിന് പ്രത്യേക ഊന്നലുണ്ടാകും. ഭരണഘടന, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, സോഷ്യൽ ജസ്റ്റിസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിൽ നിന്നും ഇതിനൊക്കെ പുറമെ റീസണിങ്, മെന്റൽ എബിലിറ്റി, സിമ്പിൾ എരിത്മാറ്റിക്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക ഊന്നലുകൾ ഉണ്ടാകും. അതുകൊണ്ട് കാര്യമായി ശ്രമിക്കുന്നവർ ഊർജിതമായി ഉത്സാഹിച്ചുകൊണ്ടേയിരിക്കുക. സംസ്ഥാനത്തിന്റെ IAS എന്ന തരത്തിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന KAS നിലവിൽ വന്നത്. തുടക്കത്തിൽ വിവിധ സർവീസ് സംഘടനകളുടെ ഭാഗത്തുനിന്നും വലിയ വിമർശനങ്ങളും ഈ പരീക്ഷയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ പ്രത്യേക സർവീസ് ചട്ടമടക്കം നടപ്പാക്കിയാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഗ്ലാമറുള്ള ഈ പരീക്ഷയിൽ 105 പേർ മാത്രമാണ് സർവീസിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. പുതിയ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴെങ്കിലും കൂടുതൽ പേർക്ക് അവസരമൊരുങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് C. ഉദയചന്ദ്രൻ. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.